അപ്പോൾ നമസ്കാരം അല്ലേ ലീനെ? ഞങ്ങൾ കുറേ കാലത്തിന് ശേഷമാണ് രണ്ടാളും കൂടി ഒരു യാത്രയും. സുഹൃത്തുക്കളൊക്കെ ചോദിക്കാറുണ്ട് ഇപ്പൊ ലീനയും അല്ലേ, ലീനയും ജമ്പനും തുമ്പനെയും കാണാനില്ലല്ലോ. ഞങ്ങളെ ജമ്പനും തുമ്പനും വിളിക്കണേ. നീ ജമ്പനാണോ? ഞാൻ തുമ്പനാണ്. അപ്പൊ ജമ്പനും തുമ്പനുള്ള വീഡിയോ ഒന്നും കാണാറില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ കുറേ ദിവസത്തിന് ശേഷം ഒരു സ്ട്രെസ് റിലീഫ് എന്നൊക്കെ പറഞ്ഞ പോലെ വെറുതെ രാവിലെ വണ്ടി എടുത്തിട്ട് നമ്മുടെ മഞ്ഞ വണ്ടിയിലെ കുഞ്ഞു യാത്രകളാണ്. ഇങ്ങോട്ട് പോന്നു. നേരെ വന്നത് ശ്രീലോപ്പോളുടെ അടുത്തേക്കാണ്, നല്ലയിടത്ത് അടുക്കള. അപ്പൊ അവരുടെ ഞായറാഴ്ച എന്താ ഇന്ന് പെസഹ വ്യാഴാണ്, എന്തായാലും അവധിയാണ്. അപ്പോൾ ഓപ്പോളുടെ അടുത്ത് വന്നു. ഓപ്പോളിന്ന് ഡാൻസ് ക്ലാസ്സുള്ള ദിവസം, നല്ല തിരക്കുള്ള ദിവസമാണ്. പിന്നെ ഓപ്പോളുടെ തിരക്ക് അവിടെ നടക്കുന്നുണ്ട്, ഞങ്ങൾ ഇവിടെ ഇരുന്ന് വർത്താനം പറയാണ്. നല്ല രസമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പ്രിയമുള്ള ഇടങ്ങളിൽ അല്ലേ, പ്രിയമുള്ള ഇടങ്ങളിൽ നമ്മൾ എന്താവുന്നു, നമ്മുടെ മാനസിക സമ്മർദ്ദമൊക്കെ എങ്ങനെ അങ്ങോട്ട് മാറണമെന്ന് അറിയണില്ല അല്ലെ. കനത്ത ഒരു തലയായിട്ടാണ് നമ്മൾ പുറപ്പെടുക. തിരിച്ചു പോകുമ്പോ ഒഴിഞ്ഞ ഒരു തലയായിട്ടാണ്, കാലിത്തലയുമായി തിരിച്ച് പോകും. അതൊക്കെ രസമാണ്. കിളി പോയിട്ട് ഇരിക്കുകയാണ്. ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മള് വേറൊരു വീട്ടിൽ വന്നൊരു ഫീലല്ല. നമ്മുടെ ഇവിടെ വന്ന് ഞങ്ങൾ മാത്രമല്ല, ഇവിടെ ആര് വന്നാലും ആ വന്നവരുടെ വീട് പോലെയാണ്. ഓപ്പോളുടെ വീട് എന്നുള്ള വന്നവര് പറയുമ്പോ ഓപ്പോളുടെ വീട്ടിൽ ഇവിടെ വന്നു. ഇവിടെ സരസ്സുണ്ട്, മാഷുണ്ട്, കുട്ടികളുണ്ട്. നമ്മളെന്നാലും നമ്മുടെ വീട് പോലെ തന്നെ നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. ഓപ്പോൾ അവിടെ ഡാൻസ് പഠിപ്പിക്കുന്നു. എന്തായാലും നമുക്ക് ഓപ്പോളുടെ ഡാൻസ് ക്ലാസ്സിന്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പൊ ഓക്കെ, അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ. ക്ലാസ്സുള്ള ദിവസം നിറയെ കുട്ടികളുണ്ട് അവിടെ. ഭക്ഷണം വേണം മക്കൾക്ക്. ഇന്നിപ്പോ ഇവിടെ കൊണ്ടുവച്ച് പറയണ്ട, പയറ് നന്നാക്കണ്ടായിരുന്നു. അതെ കുട്ടികളുണ്ട്, ഡാൻസ് കുട്ടികളുണ്ട്. ലീവ് ആയതുകൊണ്ട് കുറച്ച് പണിയുണ്ട്. അപ്പൊ സരസുവിനെ സഹായിക്കാൻ വേണ്ടി കുറ്റിപ്പുറത്ത് വന്നതാ. ഓ നല്ലയിടത്തേക്ക് നമ്മളെ ഓപ്പോളുടെ വീട്ടിലത്തെ ഓപ്പോളുടെ കൃഷി കണ്ടിട്ടുണ്ടോ? മാഷിന്റെയാണ്. അയ്യോ കേക്കണ്ട, മാഷിന്റെ കൃഷി. നല്ലയിടത്ത് അടുക്കള എന്നുള്ള ചാനലിൽ കണ്ടിട്ടുണ്ടാവും. ശ്രീലോപ്പോളുടെയും ഇവിടുത്തെ വീട്ടിലത്തെ മാഷിന്റെ ഒക്കെ കൃഷി, പ്രകൃതിയോടുള്ള അവരുടെ സ്നേഹം ഒക്കെ കാരണം എത്ര തിരക്കുണ്ട് മനുഷ്യന്മാർക്ക്. എന്നിട്ടും നമ്മുടെ വീട്ടിലുണ്ടാക്കിയ പച്ചക്കറി, അതും ചെറിയ പയറൊന്നുമല്ല, ലോക്കൽ പയറൊന്നല്ല കണ്ട, ഇന്റർനാഷണൽ പയറാണ്. കണ്ടില്ലേ, വളരാത്ത പയറുപേരി കൂട്ടി ഞങ്ങൾ 6 മണിക്ക് തൊടിക്ക് ഇറങ്ങിയ 10 മണി വരെ തൊടിയില്ല. ചിലപ്പോ ചെറിയ മോനിക്ക് കിട്ടും. കൃഷിക്കാരൻ ആവണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാക്കി. എല്ലാരും കൂടി കൂടിയിട്ടാണ് അറിയിച്ചാ മതിട്ടാ. നോൺ വെജ് ആവുമ്പോ വേണമെങ്കിൽ കഷ്ടത്തോളൂ കേട്ടോ. ഇതൊന്നും വേണം, ഇവിടെ എവിടെയും കിട്ടുന്നു. നല്ല മകയല്ലേ എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉപ്പേരി ഇതാ വെന്ത് തുടങ്ങിയിരിക്കുന്നു. പച്ചമാങ്ങ കേട്ടോ. എങ്ങനെ ഞാൻ അന്ത്യായിരിക്കും അതിന്റെ ആ ഒരു തുള്ളി ബാക്കി വെച്ചിട്ടില്ലേ, മര്യാദക്ക് വെച്ചാ തുപ്പി വെക്കരുത്. ഞമ്മളെ കുടിക്കണതാ.
പച്ചമാങ്ങി പച്ചമാങ്ങി പഞ്ചസാരയും ഏലക്കായും. പക്ഷെ പുളിയില്ലല്ലോ. അത് മധുരട്ടുണ്ട് പഞ്ചസാര. വേണമെങ്കിൽ പാലും കൂട്ടി അടിക്കാം. പാലും കൂട്ടി അടിച്ചാൽ ഒരു തിരിഞ്ഞ പോലെയാവും. പക്ഷെ അപ്പം ഒന്നും കൂടെ അടിക്കാം. അപ്പൊ നമ്മളാ പാട്ട് പാടും. അലിഞ്ഞു ചേർന്നതിന് ശേഷം എൻ ജീവനിൽ പിരിഞ്ഞു പോയെങ്കിലും. അതന്നെ അല്ലേ? എന്താ വിശേഷം? ഇപ്പൊ എന്താ ഡാൻസ് പ്രത്യേകിച്ച് പ്രോഗ്രാം ഉണ്ടോ? മെയ് 20 ഇറങ്ങിയിട്ടുണ്ട്. എവിടെയാ? തിരുവപ്പുറമ്പലത്തില്. തിരുവേപ്ര അരങ്ങേറ്റം. പുതിയ ബാച്ച് പിള്ളേരാ? പുതിയ വെച്ചാൽ കുറെ കാലമായിട്ട് പഠിക്കണവരെ പാവങ്ങൾ. ഇനി അരങ്ങേറ്റം ചെയ്തിട്ട് അവരെന്നെ അരങ്ങേറ്റം. നിങ്ങളെ ഒന്ന് അരങ്ങേറ്റു എന്ന് പറയാൻ തുടങ്ങിയില്ലേ? അപ്പൊ അതിന്റെയാണ്. ഏതാണ് സ്തുതി? ഭരതനാട്യം. അപ്പൊ ആ കുട്ടികൾ അരങ്ങേറാനുള്ള ചക്കരിക്കുണ്ട്. വെട്ടി മുറിക്കാൻ കഴിക്കും. ഇത്തിരി തരുമോ? ചക്കരിക്കുക അല്ല ചക്കരിക്കുക വീട്ടിലിരിക്കുക മുറിക്കുക കഴിക്കുക. ഞാൻ തിരക്കില്ല. ആയിക്കോട്ടെ, തിരക്കാണോട്ട്. ഈ ക്ലാസ്സിലേക്ക് വരുത്തുന്നത് ഈ പയറുപ്പേര് കഴിക്കുന്ന ഓരോരുത്തരും ആരെ സ്മരിക്കണം? എന്നെ സ്മരിക്കണം. ഇത് മുറിച്ചത് ഞാനാണ്. സ്മരണ വേണം, സ്മരണ വേണം. അപ്പോൾ ശ്രീല നല്ലയിടത്തിൻ്റെ ഡാൻസ് ക്ലാസ്സാണിത്. നല്ലയിടത്ത് അടുക്കള എന്നുള്ള ചാനലിൽ കൂടെ നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ടുണ്ടായിരിക്കും പലപ്പോഴും. എന്നാലും ഓരോ പ്രാവശ്യം കാണുമ്പോഴും ഓരോരോ തരത്തിലുള്ള വിസ്മയങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ്സാണ്. നോക്കുക. 1 2 3 തക്ക ദിമ്മി അല്ല ദിമ്മി കൂടെ എങ്ങനെ അതോ അതിൽ കുറച്ചിടണം. തക്കിട്ട തക്കിട്ട തക്ക ദിമ്മി തക്കിട്ട തക്ക തക്കിട്ട തക്ക ദിമ്മി തക്കിട്ട തക്ക ദിമ്മി. എന്താണ് വർത്താനം? എന്താ സുഖമായിട്ട് പോണേ? ഇന്ന് പണിയുണ്ടോ? പണിക്ക് വേണ്ടി നമ്മൾ തരികട നടക്കാം. തരികിടയാണോ? ഇന്നെ പോലെ തന്നെയല്ലേ? തട്ടിയും മുട്ടിങ്ങനെ പോവാണ്. തട്ടിയും മുട്ടിയൊക്കെ ഇങ്ങനെ പോണം. അങ്ങനെ പോട്ടെ അങ്ങട്. അങ്ങനെ പോട്ടെ. എവിടെയാ സ്ഥലം? ഇവിടെ തന്നെയാണോ? ഇവിടെ തന്നെയാണ്. ആഹാ. ഇന്നെന്താ വിശേഷം? ഇന്നെന്താ പണി? നല്ല തോന്നിയാൽ തൊട്ട മനയാണ്. ആണല്ലേ? ഇന്ന് എന്താ പണി? ഇപ്പൊ 2 കാളങ്ങളുണ്ടായിരുന്നു വെള്ളം കാട്ടി വരിക. എവിടെയാ കാളുള്ളത്? പാടത്തോ? നല്ല തോന്നിയിട്ടുണ്ട്. അപ്പുറത്തെ നല്ല തോന്നിയിട്ടുണ്ട്. ആഹാ. കാളകൾക്ക് വെള്ളം കൊടുത്തു വരികയാണോ? കാളകൾക്ക് വെള്ളം കൊടുത്തു വരികയാണോ? അപ്പൊ ബാലേട്ടനെ കാണാനായില്ലേ ഇപ്പൊ ഒന്ന് വന്നപ്പോ? കാണാനായി. ആ, അങ്ങനെയാണ്. ഒന്ന് ഓരോരോ ദിവസം ഓരോരോ യോഗങ്ങളാണ് അല്ലേ ബാലേട്ടാ? ഹലോ, എന്താ കഥ? നർമ്മസല്ലാപത്തിലാണ്. പണ്ടത്തെ കാലം പറയാ. അതെ, എങ്ങനെയുണ്ട് നിന്റെ പണ്ടത്തെ കാലം? ചിരട്ടക്കൈയിലും തോരൻ. അപ്പൊ ഇതാണ് ഓപ്പോളുടെ വീട്ടിലെ രീതി.
കുട്ടികൾ ഡാൻസ് പഠിക്കാൻ വരുന്നു. ഡാൻസ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ അവർ അടുക്കളയിൽ കയറുന്നു, വെള്ളം കുടിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ചോറും എല്ലാം ഇവിടെ തന്നെ. ഒരു തരം എന്താ പറയുക, ഗുരുകുലം പോലെ. കാണാൻ നല്ല രസമാണ്. അവരുടെ കൂടെ കൂടാൻ അതിലേറെ രസമാണ്. അങ്ങനെ ഞാനും ലീനയും ഇന്ന് ഓപ്പോളുടെ വീട്ടിൽ ഈ കുട്ടികളുടെ കൂട്ടത്തിൽ കുട്ടികളായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു പോരുകയാണ്. പ്ലേറ്റ് കൊണ്ട് മറച്ചു നിൽക്കുക. എങ്ങനെയുണ്ട് ഈ എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് ഈ എക്സ്പീരിയൻസ് ചോദിക്കാം. ഇവിടെ നല്ലയിടത്ത് അടുക്കളയിൽ കണ്ടില്ലേ, അവരുടെ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിൽ അവർ തന്നെ പോയി ഭക്ഷണം വിളമ്പിയെടുത്ത് ഇത് ഇവിടെ വന്നിരുന്നത് എല്ലാവരും കൂടി വട്ടളഞ്ഞിരുന്നിട്ട് കഴിക്കുകയാണ്. ഇത് ഇവിടെ മാത്രം കാണുന്നൊരു പ്രത്യേകതയാണ് കേട്ടോ. കുട്ടികളൊക്കെ ഇവിടെ സെറ്റായി. കുട്ടികൾക്ക് മധുരമുള്ള അച്ചാറായിട്ട് ടീച്ചർ വന്നിട്ടുണ്ട്. അപ്പോൾ മധുരമുള്ള അച്ചാർ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? രസമുണ്ടല്ലേ? അടിപൊളിയായില്ലേ? സൂപ്പറാ? ഡാൻസ് പഠിക്കുന്നതാണോ ഇതാണോ കൂടുതൽ ഇഷ്ടം? വെക്കേഷൻ കാലം അല്ലേ വെച്ചിരിക്കുന്ന നോക്കിയില്ലേ? കണ്ടോ, അടുപ്പിലാണ് ചോറൊക്കെ ഉണ്ടാക്കണേ. ചോറ് മാത്രമല്ല, എല്ലാം അപ്പോൾ അടുക്കളയിൽ അടുപ്പിലാണ് ഉണ്ടാക്കുക. ഇഷ്ടംപോലെ വിറക്. കുക്കിംഗ് ക്രെഡിറ്റ് മുഴുവൻ സരസുവിന് കേട്ടോ, ഞാൻ തൊട്ടിട്ടില്ല ഈശ്വര. ഈ പയറുപ്പേര് കഴിക്കുമ്പോ എന്നെ ഓർത്തോളോ, എന്തേ ഞാനാ മുറിച്ചേക്കണ. അച്ചാറല്ലേ പപ്പടം വേണ്ടല്ലോ. പപ്പടം വേണ്ട, ഞാൻ കൂട്ടലില്ല. ഞാൻ പ്രൊഡക്ഷൻ തുടങ്ങാൻ പോകുന്നു. ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞങ്ങളുടെ ഈ നമ്മുടെ ഒരു ചെറിയൊരു ഇഷ്ടം, ആ ഇഷ്ടത്തിലേക്ക് നമുക്ക് പിന്നെയും പിന്നെയും വന്നു ചേരാൻ തോന്നുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ഞങ്ങൾ നല്ലയിടത്ത് അടുക്കളയിൽ വരുന്നതും ശ്രീലോപ്പോളുടെ ഒപ്പം ഇരുന്ന് ഊണ് കഴിക്കുന്നതും. ഒരു സ്ട്രെസ് റിലീഫാണ് ഞങ്ങൾക്ക്. അത് എന്താണ് ഇവിടുന്ന് കിട്ടണമെന്ന് ചോദിച്ചാൽ അതങ്ങനെ വാക്കൊണ്ടൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്തൊക്കെയോ പറയട്ടെ, ഇന്നലെ കടയിൽ നിന്ന് കണ്ടുട്ടോ, കെട്ടിപ്പിടിച്ചിട്ട് മേല് കഴുകുന്നവരാ മണം പോയിട്ട്. അയ്യോ, അതുപോലുള്ള സൗഹൃദങ്ങളും ബന്ധങ്ങളൊക്കെ കാലാതീതങ്ങളായി നിലനിൽക്കുന്നതാണ്. അങ്ങനെ ഇനി ഒരുപാട് വർഷം സുഹൃത്തുക്കളായിട്ട് കഴിയാൻ ഞങ്ങൾക്ക് കഴിയട്ടെ. ഇനി ഒരുപാട് ഉയർച്ചയുടെ പടവുകൾ കയറാൻ ശ്രീലോപ്പോൾക്ക് കഴിയട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു.